നമസ്കാരം പ്രശാന്തി. നമസ്കാരം. നമ്മുടെ കേരളം മുമ്പ് ചൂണ്ടിക്കാട്ടിയതാണ് ലവ് ജിഹാദ് എന്നൊന്നുണ്ട്, അത് നമ്മുടെ കോടതിയും ശരിവെച്ചതാണ് അല്ലേ? അതായത് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് കേരളം വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ഹിന്ദു സംഘടനകൾ ഒക്കെ ലോകത്തിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതിനുശേഷമാണ് ഈ ഒന്നല്ല രണ്ടല്ല കേരളത്തിൽ നിന്ന് തന്നെ പലവിധം ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ, അമ്മമാരുടെ കണ്ണുനീരുകൾ, ഇതിനൊക്കെ കേരളം സാക്ഷിയായതാണ്. അതെ, ഒടുവിൽ കൈയെത്താത്ത ദൂരത്തേക്ക് മക്കൾ കൈവിട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്നറിയാതെ അവർ കുഴങ്ങുമ്പോൾ, പക്ഷെ നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾക്ക് മാത്രം യാതൊരു കുലുക്കവുമില്ല. ഇവിടെ മാത്രമല്ല അല്ലേ, നമ്മുടെ രാജ്യത്തെ പല പ്രദേശങ്ങളിലും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് പല പല സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇതിനൊരു നമ്മുടെ നാട്ടിനകത്തു നിന്നുള്ള ഫണ്ടിങ് ആണോ, അല്ലെങ്കിൽ ആരുടെയും ധനസഹായവും കൈക്കരുത്തുമില്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യം ഇതൊന്നും നടപ്പാകില്ല? അതെ. അപ്പോൾ കേരളത്തിൽ നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്നും ഇവർക്ക് ഫണ്ടിങ് വരുന്നുണ്ടോ? എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത? ഇത് ശരിക്കും ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതൊരു പ്രവർത്തനമാണ്, അതൊരു പദ്ധതിയാണ്. അത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ വേരുകൾ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ട് ചെറുപ്പക്കാർ, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ പ്രണയിക്കുന്നു, അവർ വിവാഹം കഴിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതിനുള്ളിൽ എപ്പോഴോ മതം കടന്നു വരും. അതായത് പ്രണയിച്ചു കഴിഞ്ഞ് പെൺകുട്ടി വലയിലായി ശാരീരികമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്തു കഴിഞ്ഞ ശേഷമാണ് ഈ മതം ഇടപെടുന്നത്. ഏറ്റവും ഒടുവിൽ അവിടെ മതം കടന്നു വരുന്നു. കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം. ഇത് ആര് മാറും? ഇത് ഈ യുവാവ് മതം മാറുമോ അതോ ഈ യുവതി മതം മാറുമോ? ഇതാണ് വിഷയം. അപ്പോൾ യുവാവ് തൻ്റെ മതത്തിലേക്ക് യുവതിയെ ചേർക്കുന്നു. ഇങ്ങനെ മുസ്ലിം ചെറുപ്പക്കാർ അമുസ്ലിം ചെറുപ്പക്കാരികളെ ഈ രീതിയിൽ പ്രണയിച്ച് മതം മാറ്റി വിവാഹം കഴിക്കുന്നു. വളരെ തന്ത്രപരമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് താങ്കൾ ചോദിച്ച ചോദ്യം, നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്നാണോ അതോ രാജ്യത്തിന് പുറത്തു നിന്നാണോ ഇതിന് സഹായം ലഭിക്കുന്നത്? കൃത്യമായിട്ട് ചോദിച്ചാൽ ഫണ്ടിങ് അല്ലേ? അപ്പോൾ ഈ ഫണ്ടിങ് ലഭിക്കുന്നത് കൃത്യമായിട്ടും ഇതിന് വിദേശത്തുനിന്ന് സഹായങ്ങൾ വരുന്നുണ്ട്, പണമായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാനതൊരു ഉദാഹരണം പറയാം. ഈ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ UP-യിൽ ചങ്കൂർ ബാബ എന്നൊരാളെ അറസ്റ്റ് ചെയ്തു, UP പോലീസ്. അതായത് ഉത്തർപ്രദേശിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് തന്നെ ഇത് ചർച്ചയായതാണ്. അപ്പോൾ ഇയാളുടെ അന്നത്തെ ചില വെയറബൌട്ട്സ് ഒക്കെ അന്വേഷിച്ച് പോയപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഒക്കെ കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴിതാ അത് ഈ TCS-ൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. കാരണം ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ UP ATS, മഹാരാഷ്ട്ര ATS-ന് കൈമാറിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിന് അവർ ഈ വിവരങ്ങൾ കൈമാറിയിരുന്നു. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. അതായത് ഈ ചങ്കൂർ ബാബ എന്നയാളുടെ യഥാർത്ഥ പേര് ജമാലുദ്ദീൻ എന്നാണ്. ഇയാൾ ഈ UP-യിൽ ഒരു സൈക്കിളിൽ മോതിരം, മാല, വളകൾ, ഇതൊക്കെ വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരാളായിരുന്നു. ഒപ്പം തന്നെ ഈ സൂഫികളുടെ നിന്ന് ജപിച്ച് വാങ്ങിക്കുന്ന ഉറുക്കുന്നൂലും അതുപോലെ തന്നെ മന്ത്രത്തകിടുകൾ, ഇതെല്ലാം ഇങ്ങനെ ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മൾ പേടി കിട്ടാതിരിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ജപിച്ച് കിട്ടൂലേ, അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ അത് ഇയാൾ കൊണ്ട് നടന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കൊണ്ട് നടന്ന് വിറ്റ ഇയാൾ, വളരെ ദരിദ്ര പശ്ചാത്തലത്തിലുള്ള ഇയാൾ, പതുക്കെ ഇയാളൊരു ഈ പറയുന്ന മന്ത്രവാദിയും അവിടെ നിന്നൊരു ആത്മീയ ആചാര്യനും ഒക്കെയായി മാറി. പിന്നീട് നമ്മൾ കാണുന്നത്, അറിയുന്നത്, ഇയാൾ വലിയ പണക്കാരനും അവിടെ ദർഗകൾ നിർമ്മിക്കാൻ, പള്ളികൾ നിർമ്മിക്കാനൊക്കെ ഇയാൾ വലിയ ഫണ്ട് കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഇയാളെ പിന്നീട് കാണുന്നത്. അങ്ങനെ ഇയാളെ വാസ്തവത്തിൽ ഒരു സ്ത്രീ കൊടുക്കുന്ന പരാതിയുടെ പുറത്താണ് ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നതും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീടാണ് ഇയാളുടെ ഈ പറഞ്ഞതുപോലെ
ബാക്ക്ഗ്രൗണ്ട്, ഇയാളുടെ പശ്ചാത്തലം, ഇയാളുടെ വേരുകൾ ഒക്കെ അന്വേഷിച്ച് UP പോലീസ് പോകുന്നത് പിന്നീടാണ്. അങ്ങനെയാണ് ഇയാളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് ഇയാൾ ഈ ആത്മീയ ആചാര്യനായിട്ട് UPയിലെ ബൽറാംപൂർ എന്ന് പറഞ്ഞ സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇയാൾ കേസിൽ പെടുന്നത്. അപ്പോൾ ഈ ATS ഇയാളെ ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കൺവേർഷൻ റാക്കറ്റ്, ഒരു മാഫിയ തന്നെ അതിൻ്റെ പുറകിലുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അത് വെറും ലവ് ജിഹാദ് മാത്രമല്ല, അല്ലാതെയുള്ള നിരവധി പദ്ധതികളും ഇവർക്കുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് വിധവകളായ സ്ത്രീകളെ, സാമ്പത്തിക പരാധീനതകളുള്ളവരെയാണ്. ഞാനിത് എന്തിനാണ് പറയണമെന്ന് വെച്ചാൽ, ഇത് TCSലെ സംഭവങ്ങളുമായിട്ട് ഇതിനെ ചേർത്ത് വായിക്കണം. TCSലെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് കരുതാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിൽ ഈ കുംഭമേള വൈറൽ താരത്തിൻ്റെ വിഷയം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കരുതരുത്. ഇതിനൊക്കെ വലിയ മാനങ്ങളുണ്ട്. ഇവർക്ക് സഹായം കൊടുക്കാൻ, നിയമസഹായം കൊടുക്കാൻ, രാഷ്ട്രീയ പരിരക്ഷ കൊടുക്കാൻ, ഉദ്യോഗസ്ഥ തലത്തിൽ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ ഒക്കെ വലിയ രീതിയിൽ വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. ഈ നെറ്റ്വർക്ക് അത്ര എളുപ്പത്തിൽ പൊളിക്കാൻ കഴിയുന്നതല്ല. അതിരിക്കട്ടെ, ഞാനപ്പോൾ ഇയാളുടെ ബൽറാംപൂരിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ, അതുപോലെ ചെറുപ്പക്കാരികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ആദ്യം ഈ ലവ് ജിഹാദിൽ പെടുത്തിയാണ് ആൾക്കാരെ ചെറിയ തോതിൽ ഈ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ അടുത്തുകൂടുന്നു. അങ്ങനെ പതുക്കെ ഇവരെ പിന്നീട് മതപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മതം മാറ്റുന്നു. അതിന് ഇത് കുറവാണ്, എണ്ണം വളരെ കുറവാണ്. അങ്ങനെയാണ് ലവ് ജിഹാദിൻ്റെ സാധ്യതകൾ ഇയാൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇയാളുടെ ഒരു അടുത്ത ലക്നൌവിലെ ഗുഞ്ച ഗുപ്ത എന്ന സ്ത്രീയെ ഇയാളുടെ അടുത്ത അനുയായിയായ അബു അൻസാരി വശീകരിച്ച് പ്രണയിച്ച് മതം മാറ്റുന്നു. അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയിട്ട് ഇയാളുടെ ദർഗയിൽ കൊണ്ടുവന്ന് ഈ അൻസാരി ഇവരെ മതം മാറ്റുന്നു. ഇവർ പിന്നീട് അലീന അൻസാരി എന്ന പേരും സ്വീകരിച്ചു. ഇതാണ് ഒരു സംഭവം. അപ്പം ഇത് അന്വേഷിച്ച് പോയപ്പോൾ ATSന് കിട്ടുന്ന ഒന്നാമത്തെ വിവരം, ഇവരൊരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്താൽ പിന്നെ അവരെ വിളിക്കുന്ന പേര് പ്രോജക്റ്റ് എന്നാണ്. ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൽ പെടുന്ന സ്ത്രീയെ പിന്നീട് ഇവർക്ക് പല സാങ്കേതിക പദങ്ങളുണ്ട്, കോഡുകളുണ്ട് ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഉദാഹരണത്തിന് മിട്ടി ലാത്താന എന്നൊരു കോഡുണ്ട്. ഇത് മതം മാറ്റത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഈ സ്ത്രീ മതം മാറാൻ സാധിക്കുമോ, ഇവർ മതം മാറാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് അവരെ മതം മാറ്റാൻ വേണ്ടുന്ന തുടർന്ന് പദ്ധതികളുണ്ട്. അപ്പോൾ ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യണോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തികം കൊടുത്ത് ഇവരെ വരുതിയിലാക്കണോ, ഇങ്ങനെയൊക്കെയുള്ള പല പദ്ധതികളുണ്ട്. അപ്പോൾ അത് ഈ മിട്ടി ലാത്താന എന്ന സാങ്കേതിക പദത്തിനകത്താണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കാജൽ കർണ, അത് ബ്രെയിൻ വാഷ് ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ്, കാജൽ കർണ. അതുപോലെ ദർശൻ, ദീദാർ, ദിനാർ, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളുണ്ട്. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അതായത് ഇവരെ, ഈ സ്ത്രീയെ ഈ പറഞ്ഞ ജമാലുദ്ദീൻ്റെ, ഈ ചങ്കൂർ ബാബയുടെ അടുത്ത് കൊണ്ടുവരണമോ, അയാളെ കാണിക്കണമോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതെല്ലാം ഇതിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ്. ഈ മതം മാറ്റത്തിൻ്റെ ഈ ട്രാപ്പിൻ്റെ, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ട്രാപ്പിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ സ്ത്രീ ബ്രാഹ്മണ സ്ത്രീയാണോ, അതോ മറ്റേതെങ്കിലും സവർണ ഇതിൽപ്പെടുന്നതാണോ, മറ്റ് പഞ്ചാബ്, അതായത് സിഖ് മതത്തിൽപ്പെട്ട സ്ത്രീയാണോ, ബൗദ്ധയാണോ, ജൈനയാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ കാറ്റഗറി അനുസരിച്ചാണ് പണം. അതായത് 16 ലക്ഷത്തിൽ തുടങ്ങി താഴോട്ട് പോകും. 12 ലക്ഷം, 10 ലക്ഷം, ഇങ്ങനെയൊക്കെയുണ്ട്. ഈ പണം വരുന്നത് വിദേശത്തുനിന്നാണ്. അപ്പോൾ ഈ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഇതിനു വേണ്ടിയിട്ട്, ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഷിജിരിയ ഇ തൈബ. ഷിജിരിയ ഇ തൈബ എന്നൊരു പുസ്തകം എഴുതി അത് പ്രകാശിപ്പിച്ച് അത് വലിയ തോതിൽ മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും ഒരു അമുസ്ലിം പെൺകുട്ടിയെ ഇതുപോലെ കെണിയിൽ പെടുത്തി മതം മാറ്റണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മതം മാറ്റാൻ വേണ്ടി ഇയാളുടെ അടുത്ത് കൊണ്ടുവന്നാൽ മതി. എത്ര ക്ലിയറാണ് കാര്യങ്ങൾ. ഇനി ഇയാളുടെ സാമ്പത്തിക സ്ഥിതി അന്വേഷിച്ച് പോയപ്പോൾ ഇയാൾക്ക് 40 അക്കൗണ്ടുകളുണ്ട്.
ഇത് അന്ന് തന്നെ പുറത്തു വന്ന വിവരമാണ് ഈ 40 അക്കൗണ്ടുകളുടെ കാര്യം. ഏതാണ്ട് 500 കോടിയിലധികം രൂപ ഈ അക്കൗണ്ട് വഴി വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന്, ഈ നേപ്പാൾ വഴി ഏതാണ്ട് 300 കോടിയിലധികം രൂപ ഹവാലയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം വിദേശത്തുനിന്ന്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വരുന്നതാണ് ഈ പണം. ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ, തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഒക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ബൽറാംപൂരിലെ ഒരു വലിയ കെട്ടിടം ഇയാൾ നിർമ്മിച്ചിട്ടുണ്ട്, 45 മുറികളുള്ളത്. അവിടെ ഈ സ്ത്രീകളെ കൊണ്ടുവന്നാൽ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാം, അവരെ അവിടെ വെച്ച് എന്തും ചെയ്യാം, ലൈംഗികമായി ചൂഷണം ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അതിനുള്ള എല്ലാ സൗകര്യവും ഇയാൾ അവിടെ ചെയ്തു കൊടുത്തിരുന്നു. ഇങ്ങനെ ഇയാൾ വളരെ കൃത്യമായിട്ട് ആൾക്കാരെ ട്രാപ്പിലാക്കി മതപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2025 ജൂലൈയിലാണ് ഇയാൾക്കെതിരെ ഒരു പരാതി വരികയും ഇവർ UP ATS ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അത് മാത്രമല്ല, ഈ UPയിലെ ഏറ്റവും വലിയ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. വെടിയേറ്റ് മരിച്ച, കൊല്ലപ്പെട്ട ആളാണ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഇയാളെ വേറെ 2 പേര് ആക്രമിക്കുകയും വെടിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് അയാൾ വലിയൊരു ക്രിമിനലാണ്. വലിയ രീതിയിൽ ഭൂമി കൈയേറുകയും ഈ പറഞ്ഞ എല്ലാ ആൻറ്റി നാഷണൽ, ആൻറ്റി സോഷ്യൽ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നയാളാണ്. ഈ ആത്തിഖ് അഹമ്മദുമായിട്ട് വലിയ അടുത്ത് ബന്ധമുള്ള ആളായിരുന്നു ഈ ചങ്കൂർ ബാബ എന്ന ജമാലുദ്ദീൻ. അപ്പോൾ ഇതൊരു വലിയ ക്രിമിനൽ സംഘമാണ്, ഒരു വലിയ നെറ്റ്വർക്ക് ആണെന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യമില്ല. കാരണം ഇത് നടന്ന 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ TCS സമാന 2025 മുതലാണ് TCSലെ ആ യുവതികൾ 2022 മുതൽ അവിടെ ഇതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ 2025 ശേഷമാണ് ഇത് കൂടുതൽ സജീവമായത്. കാരണം ഈ ഇരകൾ വലയിലാകണമല്ലോ, അതിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇപ്പം TCS നാസിക്കിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ചങ്കൂർ ബാബ നടത്തിയിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. കുംഭമേള വൈറൽ താരം കേരളത്തിൽ വന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനെ ഇതെല്ലാം വളരെ സങ്കീർണമായ ഒരു വലിയ നെറ്റ്വർക്ക് ഇതിന്റെ പുറകിലുണ്ട്. രാജ്യത്തിന് പുറത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട്. ഇതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ രാജ്യത്തിന് പുറത്തുണ്ട്. ആലോചിച്ച് നോക്കൂ, നേപ്പാൾ വഴി ഹവാലയായിട്ട് പണം കോടിക്കണക്കിന് രൂപ, 300 കോടി രൂപയൊക്കെ കൊണ്ടുവരണമെങ്കിൽ അവരെത്ര ശക്തരാണ്, അവരെത്ര സംഘടിതരാണ്. ഈ ഭീകരവാദികൾ എത്രത്തോളം ഒരു സമുദായത്തെ മുന്നിൽ നിർത്തി കളിക്കുന്നു. ആ സമുദായത്തിലെ നിരപരാധികളായ മനുഷ്യരെ കൂടി അപകടത്തിൽ കൊണ്ട് ചെന്നെത്തിക്കുന്ന വിധത്തിൽ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നിസ്സാരമല്ല. ഇപ്പോൾ തന്നെ എവിടെയോ കിടന്ന ഒരു കുംഭമേളയിൽ വൈറലായ ഒരു പെൺകുട്ടി കേരളത്തിൽ വരുന്നു. കേരളത്തിൽ വിവാഹം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്നു. പോലീസിൻ്റെ അടുത്ത് ചെന്നിട്ട് നീതി ലഭിക്കുന്നില്ല അച്ഛനും അമ്മയ്ക്കും. പോലീസ് അച്ഛനെയും അമ്മയും വിരട്ടി ഓടിക്കുന്നു. വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് അനുമതി കൊടുക്കുന്നു. ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു തർക്കമുണ്ടായാൽ ചെയ്യേണ്ടത് ആ കുട്ടി എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുകയാണ്. മജിസ്ട്രേറ്റ് ആണ് തീരുമാനിക്കേണ്ടത്, പോലീസ് അല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ പോലീസിനെ അത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കാൻ തക്കവണ്ണമുള്ള സമ്മർദ്ദം പോലീസിൽ ചെലുത്തി, പോലീസിനെ സ്വാധീനിച്ച് ഈ പെൺകുട്ടിയെ ഈ ഫർമാൻ ഖാൻ എന്ന യുവാവിന് വിവാഹം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊന്നും സംഘടിതമല്ല, ഇതൊക്കെ യാദൃശ്ചികമാണോ? കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി, വലിയ മതനിരപേക്ഷത പറയുന്ന, മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയ ആഴത്തിൽ ഇത് ഇനിയും ഇത് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഇതിൻ്റെ വേരുകൾ അറുക്കാതെ ഒരു കാരണവശാലും ഈ ജിഹാദി പ്രവർത്തനം നിൽക്കില്ല. അതുകൊണ്ട് നമ്മുടെ പോലീസും നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ സർക്കാരുകളും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും നടപടികൾ സ്വീകരിക്കുകയും വേണ്ടതാണ്.